യേശുവിന്റെ വിശ്വാസം, ദ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് ഏറെ വിലപ്പെട്ട ദൈവശാസ്ത്ര വിഷയങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ്. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലെ വിശ്വാസം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. എന്നാൽ അതിനു മുൻപ് വിഷയത്തിന്റെ മുഖവര എന്ന നിലയിൽ ഒരു പാഠം തരികയാണ്. അറിവിൻ്റെ ചില ആലോചനകളെ നിങ്ങളുടെ ഉൾത്തടത്തിലേക്ക് നൽകുന്നു. അകത്തും പുറത്തും അത് ശ്രദ്ധയാകട്ടെ. യേശുവിന് വിശ്വാസം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമുക്ക് പ്രധാനമായും മൂന്നായി തിരിക്കാം. ക്രിസ്തുവിൽ വിശ്വാസം എന്നതിനെ അടിസ്ഥാനമാക്കി കുറിച്ചെടുത്തു പഠിക്കാൻ പാകമായ നിലയിൽ ശാന്തമായി തഞ്ചമായി നിന്ന് പറഞ്ഞു പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. യേശുവിൽ വിശ്വാസം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. എങ്ങനെയാണ് ആ മൂന്നായി തിരിക്കുക? വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോണം. ഗലാത്യലേഖനം 3-ാം അധ്യായം 23-ാമത് വാക്യത്തിൽ ഇങ്ങനെ പ്രയോഗമുണ്ട്: വിശ്വാസം വരും മുൻപേ. ആ പ്രയോഗം മറക്കരുത്. വിശ്വാസം വരും മുൻപേ. വാക്യങ്ങളൊക്കെ എടുത്ത് വായിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ തന്നെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ആ വാക്യം നിങ്ങൾ വിട്ടുകളയരുത്. ഗലാത്യലേഖനം 3-ന്റെ-23-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം വരും മുൻപേ. അപ്പോൾ വിശ്വാസം വരും മുൻപേ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഏത് വിശ്വാസമാണ്? ക്രിസ്തു യേശുവിലെ വിശ്വാസം. യേശു ഏക രക്ഷകനായ, ഏക കർത്താവായ, ഏക ദൈവമാണ്, ഏക അവതാരമാണ്, ഏക വീണ്ടെടുപ്പുകാരനാണ്, ഏക ആരാധ്യനാണ്, ഏക മധ്യസ്ഥനാണ് എന്നൊക്കെയുള്ള വചനാധിഷ്ഠിതമായ ചിന്തകൾ നിരുപാധികം അകതാരിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുവാൻ നമ്മൾ ധൈര്യം കാണിക്കുന്നതിന് മുൻപ് വരെയുള്ള നമ്മുടെ ജീവിതത്തെയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. വിശ്വാസം വരും മുൻപേ. എന്തായിരുന്നു വിശ്വാസം വരും മുൻപേ ഉള്ള ജീവിതം? വല്ലാത്ത ദയനീയമായിരുന്നു. തിന്നുകുടിച്ച് മതിച്ചു പൊളച്ച് ജീവിച്ചു പോവുകയാണ്. പലതിനോടും ചിലതിനോടും ആഭിമുഖ്യമുണ്ടാകുക. ജഡശരീരത്തിലെ അവയവ വ്യവസ്ഥിതികൾ ഉയരുന്ന വികാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിപ്പോവുക. അരുതരുതാത്തത് കാണാൻ കണ്ണിനെ തുറന്നു പിടിക്കുക. അരുതരുതാത്തത് കേൾക്കാൻ കാതിന് താല്പര്യം. വായിക്ക് അതരദ്വാരത്തിന് കാവലേർപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അരുതരുതാത്ത തൊട്ടും പിടിച്ചും എടുത്തും എഴുതിയും ആവശ്യമില്ലാത്തത് കണ്ടും കെട്ടുമൊക്കെ പോയിരുന്നൊരു ഗതികേടിൻ്റെ കാലം. അതായിരുന്നു വിശ്വാസം വരും മുൻപേയുള്ള കാലം. ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി ഏതൊക്കെയോ ആവാഹന ശക്തികളെ, സങ്കല്പ ശക്തികളെ, ആവാഹന മൂർത്തികളെ ഒക്കെ നമിച്ചു, പ്രണമിച്ചു, കുമ്പിട്ടു, യാഗയോഗങ്ങൾ നടത്തി ഇങ്ങനെ മുൻപോട്ട് പോയിരുന്നൊരു കാലം. അതാണ് വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ 1, 2, 3 തലമുറ പുറകോട്ട് പോകുമ്പോൾ ഇവിടെ പലതിനെയും ചിലതിനെയുമാണ് അവർ ആരാധിച്ചിരുന്നതും. ഇവരുടെ ആശ്രയം മറ്റൊന്നായിരുന്നു, അവരുടെ ലക്ഷ്യം വേറൊന്നായിരുന്നു. സത്യദൈവത്തെക്കുറിച്ച് മിഥ്യയായ കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദൈവം ഏതാണെന്ന് അവർക്കറിയില്ല. ദൈവം 1 അല്ല, 9 അല്ല, 9,000 അല്ല, 9 കോടിയല്ല, അതിനപ്പുറത്ത് ഉണ്ട് എന്ന വിശ്വാസത്തിൽ പലതിൻ്റെയും ചിലതിൻ്റെയും മുമ്പിൽ മുട്ടുകുത്തി മുട്ടുപൊട്ടിയവരാണ് അവരൊക്കെ. പക്ഷേ ക്രിസ്തു യേശുവിലൂടെ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചപ്പോൾ നാം ആ വിശ്വാസത്തിലേക്ക് വരികയായിരുന്നു. അതിൽ സന്തോഷവും അഭിമാനവും എത്ര പേർക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ വിശ്വാസം വരും മുൻപേ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ലഹരി പദാർത്ഥങ്ങൾക്കും കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്കും കോപം, ഈർഷ്യ, പക, പിണക്കം, വിരോധ, വിദ്വേഷ, വിഭാഗീയത, വിമർശനമടക്കമുള്ള സകല അനാത്മിക പ്രവണതകൾക്കും ധാർഷ്ട്യം, ധിക്കാരം, താൻ പോരിമ, പച്ച മലയാളം പറഞ്ഞാൽ അഹങ്കാരം, ഇതൊക്കെ വിശ്വാസം വരും മുൻപേയുള്ള സംസ്കാരമായിരുന്നു. അതിന് ഞാനൊരു പേര് തരാം. വിശ്വാസം വരും മുൻപേ അധമം എന്നോർത്തിരുന്നണം. അധമ സംസ്കാരം, അധമം. ഓക്കെ, ഇനി 3-ാം അധ്യായം 25-ാം വാക്യം നോക്ക്. 3-ന്റെ-25 ഗംഭീരമായി പഠിക്കേണ്ട ചിന്തയാണ്. 3-ന്റെ-25 ഇങ്ങനെ പറയുന്നു, വിശ്വാസം വന്ന ശേഷമോ. ഉണ്ടോ? അപ്പൊ 3-ന്റെ-23 വിശ്വാസം വരും മുൻപേ, 3-ന്റെ-25 വിശ്വാസം വന്ന ശേഷമോ. ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇതിനിടയ്ക്ക് നിർത്തിയിട്ട് ഇന്നലകളെ പുനർവിചാരണ ചെയ്യണം. ഇന്നുകളെ നന്നായി കൂലങ്കക്ഷമായി പരിചിന്തനം ചെയ്യണം. എന്നിലേക്ക് വിശ്വാസം വരുന്നതിന് മുൻപ് ഞാൻ എങ്ങനായിരുന്നു? എൻ്റെ അവസ്ഥ എന്തായിരുന്നു? എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എൻ്റെ സ്വഭാവം എന്തായിരുന്നു? എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, എൻ്റെ ഇരിപ്പ്, എൻ്റെ എഴുന്നേൽപ്പ്, എൻ്റെ ചിന്താഗതികൾ എന്തായിരുന്നു? എൻ്റെ കൂട്ടുകെട്ട് എന്തായിരുന്നു? ആരുടെയൊക്കെ തോളിലാണ് ഞാൻ കൈയിട്ടത്? ആരോടൊക്കെ കൂടെയാണ് ഞാൻ ഇരുന്നത്? മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞു നടന്നു പലരുമായി ഇന്നലകളിൽ. വിശ്വാസം വരും മുൻപേ അതിൻ്റെയൊക്കെ പിന്നിൽ ജഡികമായിരിക്കുന്ന ചില നിയോഗങ്ങളും നിർബന്ധങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം വന്ന ശേഷമോ മാറ്റമുണ്ടെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ വല്ല മാറ്റം ഉണ്ടോ? മാറ്റം ഉണ്ടെങ്കിലാണ് നാം ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ തട്ടകത്തിൽ നിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കഴിയുക. വിശ്വാസം വന്ന ശേഷമോ വിടേണ്ടതിനെല്ലാം വിട്ടു എന്ന് മാത്രമല്ല, കൊലോസ്യ ലേഖനകാരന്റെ ഭാഷാ പ്രയോഗം ഞാൻ കടമെടുക്കട്ടെ, ഉരിഞ്ഞു കളഞ്ഞു. സകലതും അനാത്മിക പ്രവണതകളെ ഉരിഞ്ഞു കളഞ്ഞു. ശൽക്കം, പടം ഉരിഞ്ഞിട്ട് പാമ്പ് പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഉരിഞ്ഞു കളഞ്ഞ ഉടുപ്പ് എന്തി എന്ന് തിരക്കി വരുന്നില്ല അവ.
അത് ഉപേക്ഷിച്ചു എന്നേക്കുമായി എന്നതുപോലെ ഉരിഞ്ഞു കളഞ്ഞിട്ട് മറ്റൊന്ന് ഉടുത്തുകൊണ്ട് നാം യാത്രയാകുന്നു. അതാണ് വിശ്വാസ സംഹിത. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതായിരിക്കുന്ന അനാത്മിക പ്രവണതകളോ ഒന്നുമില്ലാതെ വേറൊരു തട്ടകത്തിലേക്ക്, നവീകരണത്തിലേക്ക് നമ്മൾ വന്നു. തീത്തോസ് 3:7 മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അധമത്തിലായിരുന്നു. ആ അധമം വിട്ട് നാം ഉത്തമത്വത്തിലേക്ക് വന്നു. രണ്ടാമത്തെ തട്ടകം അതാ ഉത്തമം. മറന്നു പോകരുത്. അധമം പിന്നെന്താ? ഉത്തമം. വിശ്വാസം വരും മുൻപേ അധമത്തിലായിരുന്നു. വിശ്വാസം വന്ന ശേഷം നമ്മൾ ഏതിലായി? ഉത്തമത്വത്തിലായി. ഉത്തമന്മാരാണെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ടാണ് പറയുക, സഭയ്ക്ക് വേണ്ടുന്നത് കുറെ ജനങ്ങളെയല്ല, സഭയ്ക്ക് വേണ്ടുന്നത് ഉത്തമരെയാണ്. സഹോദരിപക്ഷം ഉത്തമന്മാരാകണം, ഉത്തമകളാകണം. പുരുഷവർഗം ഉത്തമന്മാരാകണം. ഉണ്ടോ? മൊത്തത്തിൽ ഉത്തമരെ കൊണ്ട് നിറയണം നമ്മുടെ സഭാതലങ്ങൾ. അധമം, ഉത്തമം, ഈ രണ്ട് പദങ്ങൾ അത്യാവശ്യം ആഴത്തിൽ അറിയേണ്ടതാണ്. അപ്പൊ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് അധമമായിരുന്നു, വിശ്വാസത്തിൽ വന്ന ശേഷം ഉത്തമമായി. ഞാനൊരു 3 വാക്യങ്ങൾ തരട്ടെ, ഈ 2 തട്ടകങ്ങളുടെ വ്യത്യാസം അറിയുവാൻ. 3 വാക്യങ്ങളെ പഠിച്ചുകൊള്ളണം. ശാന്തമായി പഠിച്ചു പോകാം ചില വചനചിന്തകൾ. വെറുതെ കുറേ ബഹളവും ആവേശവും ദാവീദും ഗോലിയാത്തും ഏലിയാവും കർമ്മേലും ഒക്കെ കേട്ട് നമ്മൾ കുറേ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി തൊണ്ടയിലെ വെള്ളവും പറ്റി ഇങ്ങനെ പോവുകയല്ലാതെ വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഗോലിയാത്തിനെ കുറിച്ച് കേട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്കറിയത്തില്ലാതെ. അതുകൊണ്ട് അടിസ്ഥാനപരമായി കാമ്പും കഴമ്പുമുള്ള കുറേ ചിന്തകൾ കേട്ടേ പറ്റുള്ളൂ. കാരണം മരണം എപ്പോഴാണ് തൊട്ട് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കർത്താവ് എപ്പോഴാ കം ബാക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കാന്നറിയില്ല. പ്രഗത്ഭന്മാരെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴാ ഈ വെള്ളം പുതച്ച് നമ്മൾ കിടക്കേണ്ടി വരിക എന്നറിയില്ല. അതുകൊണ്ട് വചനത്തിന്റെ ആധികാരികതയുള്ള ചില ചിന്തകൾ നാം അറിഞ്ഞേ പറ്റുള്ളൂ. വിശ്വാസം വരും മുൻപേ അധമമായിരുന്നു നമ്മൾ, വിശ്വാസം വന്ന ശേഷം ഉത്തമത്വത്തിലേക്ക് വന്നു. ഇത് തിരിച്ചറിയുവാൻ ഞാൻ 3 വാക്യങ്ങൾ തരാം. ഒന്ന്, വിശ്വാസം വരും മുൻപേ അധമത്വത്തിലായിരുന്നപ്പോൾ നമ്മൾ സേവിച്ചിരുന്നത് ദൈവത്തെയല്ല ദൈവങ്ങളെ ആയിരുന്നു എന്ന വചനം പറയുക. ഗലാത്യ ലേഖനം 4:8 വാക്യം. ഗലാത്യർ 4:8. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. അന്ന് നിങ്ങൾ എന്ന വിശ്വാസം വരും മുൻപേ. ഉണ്ടോ? ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തെ അറിയണമായിരുന്നു. ദൈവത്തെ അറിഞ്ഞില്ല, പകരം ദൈവങ്ങളെയാണ് അറിഞ്ഞത്. വിവിധ ഭാവവർണ്ണ വലിപ്പ രൂപങ്ങളിലുള്ള ദൈവങ്ങളെ അറിഞ്ഞു, അവയുടെ പിന്നാലെയായിരുന്നു. അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പം വിശ്വാസം വരും മുൻപേ ദൈവങ്ങളുടെ പുറകെയായിരുന്നു. ഓക്കെ. പക്ഷേ 4:8 വാക്യം വായിച്ചേ, അതാ ഗംഭീരം. എന്നാൽ ഇപ്പോഴോ അപ്പം 8 വാക്യം പറയുന്നത് അന്ന് നിങ്ങൾ എന്ന. 9 വാക്യം തുടങ്ങുന്നത് ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് വന്ന ശേഷമോ. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എന്നതല്ല, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. ആ ബന്ധത്തിന്റെ ദൃഢത മനസ്സിലായവർ എത്ര പേരുണ്ട്? നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതല്ല വിശേഷം, പിന്നെ ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ അറിയാവുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളത് എൻ്റെ അഭിമാനം. നമ്മളെല്ലാവർക്കും ഒന്നും അറിയില്ല. നമുക്കറിയാവുന്ന എല്ലാവർക്കും നമ്മളെ അറിയില്ല. അറിയാമോ? സോണിയാഗാന്ധി അറിയാമോ? വനിതാ സമാജത്തോടാ ചോദ്യം. സോണിയാഗാന്ധി അറിയാമോ? മിണ്ടുന്നില്ലല്ലോ. അറിയാം. അറിയാത്ത ആരാ? അറിയാം. മെർലിൻ ഓട്ടി അറിയാമോ? അറിയാം. ഓട്ടക്കാരി അല്ലേ? അറിയാം. VS അച്യുതാനന്ദൻ സാറിനെ അറിയാമോ? അറിയാം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹത്തെ അനുകരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലേ കൂടെ. ഇങ്ങനെ നമുക്ക് എത്ര പേരെ അറിയാം? നമ്മുടെ ബഹുമാന്യനും ആദരണീയനുമായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ സാർ, മുഖ്യമന്ത്രി, അറിയാമോ അദ്ദേഹത്തെ? പിന്നെ അറിയാം, ഗംഭീരമായിട്ട് അറിയാം. അടുത്ത ചോദ്യം ഇതാ, അവർക്കൊക്കെ നമ്മളെ അറിയാവോ? ഷൂറിനായിട്ട് ഇങ്ങനൊരു ജീവി ഉണ്ടെന്നുള്ള കാര്യം അറിയാവോ? അറിയില്ല. ഇവിടെ തോരണം ഒട്ടിച്ചവരെയും ഈ ഖുലാബ് വിളിച്ചവരെയും ഇവിടെ കൊടിമരം നാട്ടിയവരെയും ജാഥ നയിച്ചവരെയൊന്നും പോലും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ചിലരെയൊക്കെ അറിയാമായിരിക്കാം, പാർട്ടിയുടെ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നവരെയൊക്കെ അറിയാമായിരിക്കും, പക്ഷെ എല്ലാവരെയും ഒന്നും അറിയില്ല. ഇത് തന്നെയാണ് നമുക്കറിയാവുന്ന പലർക്കും നമ്മളെ അറിയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോട് ഉയർത്തി പറയേണ്ട ഒരു കാര്യം, എനിക്ക് ദൈവത്തെ അറിയാമെന്ന് മാത്രമല്ല, എനിക്കറിയാവുന്ന ദൈവത്തിന് എന്നെ അറിയാം. എന്റെ അവസ്ഥകൾ, എന്റെ വേവലാതികൾ, ആവലാതികൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നൊമ്പരങ്ങളൊക്കെ ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് പോലും അറിയില്ല വേണ്ടും വിധം. പക്ഷേ അത് അറിയാവുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇത് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ പ്രത്യേകതയാണ്. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് സാധ്യമായ മഹത്തായ കാര്യമാ എന്നെ അറിയാവുന്നൊരു ദൈവം. അതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? പക്ഷെ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ ഞാൻ കുമ്പിട്ട് നമസ്കരിച്ച് ഉരുണ്ട് കിടന്ന് പെരണ്ട കണ്ണുനീരോടെ പറഞ്ഞ പലതും കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു
ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പക്ഷേ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം എനിക്കൊരു ദൈവത്തെ അറിയാം, ആ ദൈവത്തിന് എന്നെ അറിയാം. ഞാൻ പറയുന്നതിന് മുൻപ് എൻ്റെ സങ്കടങ്ങൾ അവൻ അറിയാം, ഞാൻ ചോദിക്കുന്നതിന് മുൻപ് എൻ്റെ കാര്യം നിവർത്തിച്ചു തരാൻ അവൻ അറിയാം. എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ആഹാരം, എൻ്റെ ആസ്തിക്യമടക്കമുള്ള സകലതും അവൻ അറിഞ്ഞു നിവർത്തിക്കുന്നു. എന്നെ മറക്കാത്തവൻ, എൻ്റെ അരികിൽ നിന്ന് മാറാത്തവൻ, എൻ്റെ നന്മകൾ മുടക്കാത്തവൻ, എന്നെ എല്ലാവിധമായ അപകടങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന ഒരുവൻ, യുഗായുഗങ്ങളായി പരിപാലിക്കുന്ന ഒരുവൻ. ആ കരമടിച്ച കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യെസ്. അപ്പോ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള അവസ്ഥ മനസ്സിലായല്ലോ. അന്യ ദൈവങ്ങളോടുകൂടെയായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി രണ്ടാമതൊരു വാക്യം തരാം, 3 വാക്യം തരാമെന്നാ പറഞ്ഞു. രണ്ടാമതൊരു വാക്യം, അന്ധവിശ്വാസത്തിലായിരുന്നു നമ്മൾ. വിശ്വാസം വരും മുൻപേ അന്ധവിശ്വാസത്തിൽ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെ ഈ വേദഭാഗങ്ങളെ നോക്കിയാൽ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ആകാശ ലക്ഷണങ്ങൾ കണ്ടോ. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അനുസരണം കെട്ട ആത്മാവിന് അധീനരായവർ. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ നടന്നിരുന്നത്. ലോകത്തിന്റെ മോഹങ്ങൾക്ക് അധീനരായി നടന്നിരുന്നു. ദുഷ്ടവിചാരങ്ങൾ എന്തൊക്കെ മനസ്സിലേക്ക് വരുന്നു അതിനൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോയിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെയായിരുന്നു. ഞാനത് വായിപ്പിച്ച് വിവരിക്കുന്നില്ല. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആകാശ ലക്ഷണങ്ങൾ അനുസരിച്ച് രാഹു, കേതു, അത് ഇത് ഒക്കെ നോക്കി നല്ല നേരം നോക്കിയാ ചുവട് വയ്ക്കുന്നത്. The steps and the stops are ordered by the sky. ആകാശ ലക്ഷണങ്ങൾ നോക്കിയാ നമ്മൾ നിന്നിരുന്നതും നടന്നിരുന്നതും എല്ലാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ട് നമ്മൾ ഇറങ്ങി എന്നത് എന്തിന്റെ കാരണത്താലാണെന്നറിയാമോ? വിശ്വാസത്തിന്റെ സമൂഹം നമ്മിലേക്ക് വന്നപ്പോൾ. നമ്മൾ ദൂരസ്ഥരായിരുന്നു. 13-ാം വാക്യം 2:13. ഇപ്പോൾ നമ്മൾ സമീപസ്ഥരായി മാറിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രത്യേകത. അപ്പം ഗലാത്യ ലേഖനം 4:8 ഞാൻ പറഞ്ഞത് അന്യ ദൈവങ്ങളോടുകൂടെയായിരുന്നു വിശ്വാസം വരും മുൻപേ. പക്ഷെ വിശ്വാസം വന്ന ശേഷം നാം സത്യദൈവത്തോടൊപ്പമായി. വിശ്വാസം വരും മുൻപേ എഫെസ്യ ലേഖനകാരൻ പറയുന്നു നമ്മൾ അന്ധവിശ്വാസങ്ങളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളിലല്ല, പിന്നെ ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിന്റെ ആധികാരികതയുള്ളതായ അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. വാക്യങ്ങൾ മറക്കരുത്. ഇനിയും കേട്ടോണം. 3-ാമതൊരു വാക്യം, തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3-ാമത് വാക്യം. തീത്തോസ് 3:3 9 വിധ ദുർഗുണങ്ങൾ പറയുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന വാക്യം. 3:3 അന്ന് നിങ്ങൾ അനുസരണം കെട്ടവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു. പിണക്കത്തിലും അസൂയയിലും ഈർഷയിലും കാലം കഴിക്കുന്നവർ, ദ്വേഷിതരായിരുന്നു, പരസ്പരം പകയ്ക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞൊരു 9 കൂട്ടം ദുർഗുണങ്ങൾ പറയുന്നുണ്ട് അവിടെ. അത് അന്നത്തെ കാലം. ഏതാ? വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. പക്ഷേ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഈ വകയെല്ലാം നമ്മിൽ നിന്നും മാറി എന്ന് ഞാൻ പറയുമ്പോൾ, മാറി എന്ന് ഉറപ്പുള്ളവർക്കല്ലേ പറയാം. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട്, ദുർനടപ്പ് ആദിയായ സകല ഇടപാടുകളും നമ്മിൽ നിന്ന് പാടെ പരിത്യജിക്കപ്പെടണം. കാരണം നാം ഇപ്പോൾ വിശ്വാസത്തിലാണ്. അപ്പം മനസ്സിലാകുന്നുണ്ടോ വിഷയം? ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് നാം അധമത്വത്തിലായിരുന്നു. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നപ്പം സത്യതയും അനുഗ്രഹീതമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും പുതിയ സ്വഭാവ സവിശേഷതകളും നമ്മിലേക്ക് വന്നപ്പോൾ നമ്മൾ അധമം വിട്ടു. ഇപ്പോൾ നമ്മൾ ഉത്തമത്വത്തിലാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഉത്തമന്മാരാണെന്നുള്ള കാര്യം? പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദരന്മാരെല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാവരും ഉത്തമത്വം സൂക്ഷിക്കണം. അതാണ് ആത്മീയത, അതാണ് യഥാർത്ഥ ക്രൈസ്തവീകത എന്ന് പറയുന്നത്. ഒരു മുതലാളി കവലയിലിറങ്ങി എതിർപ്പെട്ട് വന്ന സകലരോടും ചോദിച്ചു, ഹലോ ഒന്ന് നിൽക്കണേ, ഒരു കാര്യം ചോദിക്കാൻ. എന്താ സാർ? ബഹുമാനത്തോടെ അവർ ചോദിച്ചു, എന്താ സാർ? അപ്പം അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ കണ്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ കതിർമണി പെറുക്കാൻ ഒരു പെങ്കൊച്ചു വന്നിട്ടുണ്ട്. ഏതാന്ന് എനിക്ക് നല്ല പരിചയമില്ല, നിങ്ങൾക്കറിയാമോ അവളെ? കയറ്റി വിടണോ അതോ പെറുക്കാൻ അനുവദിക്കണോ? ആരോടൊക്കെ അദ്ദേഹം ചോദിച്ചു. ആ നാട്ടുകാർ മുഴുവനും തൊഴുതു പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്ന് സാറേ കയറ്റി വിടരുത്, അവൾ ഉത്തമയാണ്. ആരാന്നാ പറഞ്ഞേ? ഉത്തമ. ആരെക്കുറിച്ചാണെന്നറിയാം? പ്രൈസ് ദി ലോർഡ്. പിന്നെ കയറ്റി വിട്ടില്ല. അവൾ പെറുക്കി നടന്നു. കതിർമണികൾ ചെളിയിൽ താണുപോകാവുന്നത് വേഗേന പെറുക്കി കൂടയിലാക്കി. 2 ദിവസം കഴിഞ്ഞപ്പം യജമാനൻ പറയുക, ഈ കതിർമണി മാത്രം പെറുക്കി 2 വയർ എങ്ങനെ കഴിയുക? നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കതിരുകൾ വലിച്ചിട്ട് കൊടുത്തേരെ. കതിർമണി പെറുക്കിയവൾക്ക് കതിരുകൾ ലഭിക്കപ്പെടാൻ തുടങ്ങി. കതിരുകൾ ഓക്കെ. കതിരുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ യജമാനൻ തന്നെ അവളോട് പറയുന്നു, നിന്റെ വസ്ത്രം ഇങ്ങോട്ട് പിടിക്കും, ഞാൻ അളന്നു തരാം. കണ്ടത്തിലിറങ്ങണ്ട, വെയിൽ കൊള്ളണ്ട, വിയർക്കണ്ട, ഇവിടെ നിൽക്ക്, ഞാൻ അളന്നു തരാം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ ഉത്തമയുടെ അനുഗ്രഹത്തിൻ്റെ ആ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജീവിതം ഉത്തമമായി സൂക്ഷിച്ചാൽ മതി, നന്മ കർത്താവ് തന്നോളൂ.
ആദ്യമൊക്കെ കുറേ നാൾ ചെളിയിൽ ഇറങ്ങണമായിരിക്കും, വെയിൽ കൊള്ളണമായിരിക്കും, പങ്കപ്പാട് പെടണം, 10 മണി പെറുക്കണേ 10 പ്രാവശ്യം കുനിയണം, നിവരണം, നട്ടല് പൊട്ടുന്ന ഇടപാടാണ്. പക്ഷേ ഉത്തമത്വം കൈവിടാതെ ഈ ചെളിക്കകത്ത് നിന്നാൽ അനുഗ്രഹത്തെ കർത്താവ് നൽകിക്കോളും. കാരണം നീ അറിഞ്ഞ കർത്താവ് നിന്നെ കണ്ടത്തിൽ ഉപേക്ഷിക്കുന്നവനല്ല. 4ാമത്തെ പദവി എന്താണെന്നറിയാമോ? അവൾ പെറുക്കി നടന്ന കണ്ടവും അവരുടെ മുതലാളിയും കൊയ്ത്തുകാരും സകല ഇടപാടും അവൾക്ക് തീരാധാരം എഴുതി കിട്ടി. ആ കണ്ടത്തിൻ്റെ ഉടമയായിട്ട് അവൾ മാറുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഉത്തമത്വം സൂക്ഷിച്ചോ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു. അപ്പൊ ദൈവപ്രസാദമുള്ളവനെയാണ് എന്തോ വിളിക്കുക? ഉത്തമൻ എന്ന് പറയും. ദൈവം പ്രസാദിക്കാത്തവരാരും ഉത്തമന്മാരല്ല, അവരൊക്കെ അധമന്മാരാ. നമ്മൾ അധമത്വം വിട്ടാണ് ഉത്തമത്വത്തിലേക്ക് വന്നത് എന്നറിയണം. ഓക്കെ, ഇനി 3ാമതൊരു തലമുണ്ട്. വിശ്വാസം വരും മുൻപേ ഗലാത്യലേഖനം 3:23, വിശ്വാസം വന്ന ശേഷം ഗലാത്യലേഖനം 3:25. ഇനി 3ാമതൊരു തട്ടകമുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട്. അതേതാ? എബ്രായ ലേഖനം 12-ന്റെ 2-ാമത് വാക്യം. എബ്രായർ 12:2 ഇങ്ങനെയാണ് വായിക്കുക, വിശ്വാസത്തിന്റെ നായകനും ബാക്കി പറ പൂർത്തി. അപ്പൊ വിശ്വാസത്തിന് എന്തോ വരണം? പൂർത്തീകരണം ഉണ്ടാകണം. വിശ്വാസത്തിന് പൂർത്തീകരണം ഉണ്ടാകണം. ഈ പാർത്തലത്തിൽ ജീവിക്കും കാലം അത്രയും സനാതന വചനങ്ങളുടെ പ്രഘോഷണം, സനാതന വചനത്തിന്റെ ധ്യാനം ഏറ്റെടുക്കുമ്പോൾ ഇനി ഞാൻ പറയുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോണം. വേദ വചനാധിഷ്ഠിതമായിരിക്കുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചു പഠിച്ചോണം. നമുക്ക് ലഭിക്കപ്പെട്ട തിരുവചനത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പാർത്തലത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന അത്രയും കാലങ്ങൾ ദൈവപ്രസാദ യോഗ്യം, ക്രിസ്തു കേന്ദ്രീകൃതം, ആത്മനിയോഗിതം, വചനാധിഷ്ഠിതം, പുനരാഗമന പ്രത്യാശയിൽ പ്രിയമുള്ളവരായി, വേർപാട് വിശുദ്ധി കൈമോശം വരാത്തവരായി നാം നിൽക്കുമ്പോൾ ആണ് നമ്മുടെ വിശ്വാസത്തിന് പൂർത്തീകരണം ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് കസേരയ്ക്കോ കാൽപ്പണത്തിനു വേണ്ടിയോ മണ്ണിനു വേണ്ടിയോ പെണ്ണിനു വേണ്ടിയോ മറ്റു തരമായ ഏതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയോ നമ്മുടെ മനസ്സ് പാളുമ്പോൾ, നമ്മുടെ മനസ്സ് പതറുമ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ നമ്മൾ വഴിമാറിപ്പോവും. തുറന്നു കിടക്കാം കിളിവാതിലുകൾ പലതും അവിടെയും ഇവിടെയും. നോക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ ഏതെങ്കിലും അനാത്മികത ഉണ്ടെങ്കിൽ കണ്ണിനെ മടക്കി വിളിച്ചോണം. വാട്സാപ്പും യൂട്യൂബും ഇന്റർനെറ്റും ഫേസ്ബുക്കും ഉപയോഗിച്ചോ, കുഴപ്പമില്ല. അനാത്മികതയും ശുശ്രൂഷയും ആ വിശ്വാസത്തിന്റെ സംഹിതയും ചോർത്തിക്കളയുന്ന വല്ല നിഗൂഢ തന്ത്രങ്ങൾ പിശാചിനകത്ത് കെണിയായിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കണം അവ. കാരണം നമ്മുടെ ലക്ഷ്യം വിശ്വാസത്തിൽ നിൽക്കുക എന്നുള്ളതല്ല, വിശ്വാസത്തിന് പൂർത്തീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എത്ര പേർക്ക് ആ ലക്ഷ്യമുണ്ട്? ഈ സെൻട്രൽ കൺവെൻഷനെ സമർപ്പിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യത്തോടുകൂടി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. വിശ്വാസത്തിന് പൂർത്തീകരണം ഉണ്ടാകണം. യേശുവിനോടൊപ്പം തട്ടിമുട്ടി ഉരുമി ഉരഞ്ഞു നടന്ന യൂദ വിശ്വാസത്തിൽ പൂർത്തീകരണമില്ലാതെ ഇടവഴിയിൽ വെച്ച് മാറിപ്പോയവനാണ്. പൗലോസിനോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി നടന്നിരുന്ന അനുഗ്രഹിത ദൈവദാസൻ ദേമാസ് വിശ്വാസത്തിൽ പൂർത്തീകരണമില്ലാതെ വഴിമാറിപ്പോയവനാണ്. പൗലോസിന്റെ സഹപ്രവർത്തകരായിരുന്നു ഹുമനയോസും ഫിലേത്തോസും. വിശ്വാസ കപ്പൽ മറിഞ്ഞ് മുങ്ങി താണുപോയവരാണ് അവർ. കണ്ടില്ലേ? പത്രോസ് പാസ്റ്ററായ യെരുശലേമിലെ ടൗൺ ചേർച്ചിന്റെ വിശ്വാസികളായിരുന്നു അനന്യാസും സഫീറയും. വിശ്വാസത്തിൽ പൂർത്തീകരണം വരാതെ ദ്രവ്യാഗ്രഹത്തിൽ തട്ടിമുട്ടി വീണ് തകർന്നു പോയവരാണ് അവർ. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ വിശ്വാസത്തിൽ പൂർത്തീകരണമില്ലാതെ തകർന്നുപോയ ആ സംഭവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തനായ ഒരുവൻ വളരെ ബഹുമാനത്തോടെ, ആദരവോടെ, വിധേയത്വത്തോടെ, വിനയത്തോടെ, എളിമയോടെ, സൗമ്യതയോടെ, ശാന്തതയോടെ, ധാർഷ്ട്യമൊട്ടുമില്ലാതെ, അഹങ്കാരമൊട്ടുമില്ലാതെ, ഞാനെന്ന ഭാവം ഒട്ടുമില്ലാതെ താൻ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. പൊട്ടിപ്പൊളിഞ്ഞുപോയ നിരവധി ആളുകൾ ഒരസ്ഥിക്കൂമ്പാരമായി നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി കഴിയുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയണം, വിശ്വാസം കാത്തു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? സുഹൃത്തുക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ നീലപ്പെടുത വലിച്ചു കിട്ടിയൊരു പന്തലിനകത്ത് എടുത്തു വെച്ചൊരു മൃതശരീരമായി നമ്മൾ വെള്ള പുതച്ച് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ അനുശോചനം പറയാൻ എല്ലാവർക്കും സമയം കിട്ടിയൊന്നും വരത്തില്ല. ഈ അനുശോചനം പറയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചടങ്ങാണല്ലോ അല്ലേ? ജീവിച്ചിരുന്ന കാലത്ത് ബ്രദറെ കൊള്ളാം, സന്തോഷം, നല്ല പാട്ടായിരുന്നു കേട്ടോ, നല്ല പ്രസംഗമായിരുന്നു, നല്ല പ്രബോധനമായിരുന്നു, നല്ല ലീഡിങ് ആയിരുന്നു, ബ്രദർ വന്നത് എന്തായാലും അനുഗ്രഹമായിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ സഭയിലുള്ളത് ഒരു അനുഗ്രഹം എന്നൊന്നും നല്ല കാര്യം മുഖത്ത് നോക്കി അച്ഛാ ആരും പറയത്തില്ല. പറയാൻ അവർക്കറിയാം, പക്ഷേ ചാകണം. നമ്മളിങ്ങനെ നീണ്ടു നിവർന്ന് സ്റ്റഡി ലൈക്ക് വടിയായി കടന്നു കൊടുത്താൽ പുറകെ നിന്ന് ഷർട്ടെ പിടിച്ച് വലിച്ചെങ്കിലേ മയക്കി പിടിച്ചു മായ്ക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നീളമുള്ള മഹാകാവ്യം പറഞ്ഞു കളയും നമ്മുടെ മൃതശരീരത്തിനരികിൽ നിന്നുകൊണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് തട്ടിമുട്ടി ഉരുമി നടന്നിട്ട് പോലും ഒരു നന്മയുടെ വാക്കും പറയാത്ത പുള്ളികളൊക്കെ നമ്മുടെ മരണപ്പന്തലിൽ വന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ അതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഒരു നീലപ്പെടുത വലിച്ചു കെട്ടിയ പന്തലിനകത്ത് എടുത്തു വെച്ച മൃതശരീരമായി വെള്ള പുതച്ച് നമ്മളങ്ങനെ കിടക്കുമ്പോൾ
അനുശോചനം പറയാൻ എല്ലാവർക്കും സമയം കിട്ടിയില്ലെങ്കിലും ആ പെട്ടിയുടെ അരികിൽ മൂകമായി കാതരമിഴികളോടെ നനഞ്ഞ കണ്ണുകളോടെ വന്നു നിൽക്കുന്ന ഏത് വ്യക്തിയുടെയും മനസ്സ് മന്ത്രിക്കണം, വിശ്വാസത്തിന് വേണ്ടി നിന്നൊരു ഭക്തനായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ധർമ്മം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ദൗത്യം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ സംസ്കാരം തനിമയോടെ സൂക്ഷിച്ച ഒരു ഭക്തയാണ് ഈ കിടക്കുന്ന, ഒരു ഭക്തനാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ കരങ്ങൾ ഉയർത്തി. അപ്പൊ വിശ്വാസം വരും മുൻപേ ഒരു കാലം, വിശ്വാസം വന്ന ശേഷം ഒരു കാലം, വിശ്വാസത്തിന്റെ പൂർത്തീകരണം മറ്റൊരു കാലം. ഓക്കെ, വിശ്വാസം വരും മുൻപേ ഉള്ള കാലത്തിന് ഞാനൊരു പേര് തന്നിരുന്നു, ഏതാ? അധമം. വിശ്വാസം വന്ന ശേഷമുള്ള കാലത്തിന് പേര് തന്നു, ഏതാ? ഉത്തമം. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് കൊടുത്ത ഒരു പേര് അത്യുത്തമം. പൗലോസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാഴ്ചയുണ്ട്. അത് ഉത്തമമല്ല, പിന്നെന്തുവാ? അത്യുത്തമം. അത്യുത്തമം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അത്യുത്തമമായത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ വാക്യത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിന്റെ 3 കാലങ്ങൾ തിരിച്ചറിയണം. ഈ വിശ്വാസം ഒരുവനിലേക്ക് വന്നാൽ അവൻ ലജ്ജിച്ചു പോകുകയില്ല എന്നതാണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് അടക്കം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലജ്ജിച്ചു പോകാത്തത്? നാട്ടുകാരോട് പറയുന്നു 1-2 കാര്യം, പിന്നെ ദൈവജനത്തോട് പറയാം. സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അല്പം വേഗതയിൽ ഞാൻ മുൻപോട്ട് പോകും. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടിരിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ നെഞ്ചുറപ്പോടെ ഇതുപോലെ ഒരുക്കപ്പെട്ട വേദിയിൽ മാത്രമല്ല, ചാറ്റമഴ നനഞ്ഞ് പൊടിക്കാറ്റടിച്ച് വെയിൽ കൊണ്ട് കവലകളിൽ നിന്നും കൂടെ പറയുന്ന കാര്യമാണിത്. അതിവിടെ ലിസി കൺവെൻഷനിൽ ആദ്യത്തെ ദിവസമായതുകൊണ്ട് സുവിശേഷത്തിന്റെ ആധികാരികത പറയണമെന്നുള്ള ലക്ഷ്യത്തിൽ ക്രമീകരിച്ച യോഗമായതുകൊണ്ട് നാട്ടുകാരെ ഇവിടെ നിന്നുകൊണ്ട് കേൾപ്പിക്കുന്നു. എന്തുകൊണ്ടാ യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാതിരിക്കുന്നത്? ഉത്തമമായ ഉത്തരം തേടി നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 43-ാമത് വാക്യം. അപ്പോസ്തലപ്രവൃത്തി 10:43 ഇങ്ങനെ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട്. കണ്ടോ, പാപമോചനം എന്നൊക്കെ കേട്ട പെന്തക്കോസ്തുകാർ സ്തോത്രം പറയത്തില്ല. അത് നമ്മുടെ ഒരു കുഴപ്പമാണ്. അവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ നാമം മൂലം എന്തോ ഉണ്ട്? പാപമോചനം ഉണ്ടെന്ന് ഞാൻ ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അതിലും വലിയ ശബ്ദത്തിൽ നിങ്ങളൊരു അല്ലല്ലേ പറയുന്നു. പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ വേദിയിൽ എത്ര ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുന്നറിയാവോ? ആ വാക്യം ഗംഭീരമാണ്. 10:43 അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട്. ഇത് സുവിശേഷത്തിന്റെ ആധികാരിക സന്ദേശമാണ്. അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ, തെക്കു വടക്ക് കിഴക്ക് പടിഞ്ഞാറ് സമസ്ത സംസ്ഥാനങ്ങളിലും, ഇന്ദ്രപ്രസ്ഥമോ ഇവിടുത്തെ അനന്തപുരിയോ, സകല ഹെഡ്ക്വാർട്ടറുകളും സകല തലസ്ഥാന നഗരികളും കേട്ട് പ്രകമ്പനം കൊള്ളണം ഈ വാക്യം. യേശുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. പാപമോചനത്തിന്റെ വഴി തേടി മനുഷ്യൻ ഇന്നും ചെയ്യുന്ന കർമ്മകാണ്ഡങ്ങൾ നിരവധിയാണ്. അവന്റെ ശരീരത്തിലെ രക്താർപ്പണം, അവന്റെ പോക്കറ്റിലെ പണാർപ്പണം, അവന്റെ വായിലെ സ്തോത്രാർപ്പണം, ഇങ്ങനെ അർപ്പണങ്ങൾ അനവധിയാ. എന്തിന്? പാപമോചനത്തിന് വേണ്ടി. പിതാക്കന്മാരുടെ കാലം മുതൽ അനുവർത്തിച്ച് വന്നിട്ടുള്ള രീതികാര്യങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ മുറതെറ്റാതെ കൃത്യതയോടെ അനുഷ്ഠിക്കുന്നു. പാപം പരിഹരിക്കാൻ വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞും ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ പദയാത്രകൾ, തീർത്ഥയാത്രകൾ, പുഴകൾ, മലകൾ, കുന്നുകൾ, താഴ്വരകൾ, സമതലങ്ങൾ, എന്തിന് സമുദ്രങ്ങൾ വരെ താണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം. പക്ഷെ ഇന്ന് രാത്രിയിൽ വളരെ ചെങ്കുറപ്പോടെ, അഭിമാനത്തോടെ, അനുഭവത്തിന്റെ ശക്തമായ തിളക്കത്തിൽ ഞാനും എന്നോടൊപ്പമുള്ള ഈ അനുഗ്രഹിത അഭിഷക്ത കർത്തൃദാസന്മാരും സൂര്യനാടിനോട് വിളിച്ചു പറയുകയാ, പാപമോചനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശുവിൽ വിശ്വസിക്കുക എന്നതാ. ബോധ്യമായവർ അക്കാരം അടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ മിണ്ടാതിരിക്കണ്ട. 5 നയ പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളില്ലാതെ പാപമോചനം നമുക്ക് സാധ്യമായത് യേശുവിന്റെ വിശ്വാസത്താൽ. ഇതാ സുവിശേഷത്തിന്റെ പരമാർത്ഥമായ യാഥാർത്ഥ്യം. ആ വാക്യത്തിനകത്ത് ഗംഭീരമായൊരു ചിന്തയുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ചിലർക്കല്ല, പിന്നെ അവനിൽ വിശ്വസിക്കുന്ന വെളുത്തവർക്കോ കറുത്തവർക്കോ അല്ല. അവനിൽ വിശ്വസിക്കുന്ന വിദ്യാസമ്പന്നർക്കോ വിദ്യാവിഹീനർക്കോ ഒന്നുമല്ല. അവനിൽ വിശ്വസിക്കുന്ന ഉന്നത കുലജാതൻ നീച കുലജാതൻ, നോ. അവനിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും പാർട്ടിക്കാരനോ ഏതെങ്കിലും ഭാഷക്കാരനോ ഏതെങ്കിലുമൊക്കെ ദേശക്കാരനോ എന്നൊന്നുമല്ല. ആ ഒരു പദമാണ് ഞാൻ നെഞ്ചേറ്റുന്നത്. ആ പദത്തിനടിയിലാണ് ഞാൻ വര കൊടുക്കുന്നത്. ആ പദത്തെ ഞാൻ ബോക്സിലാക്കുന്നത്. എന്താണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്നേവരും, ആദിവാസിയാകട്ടെ, അവസാന വാസിയാകട്ടെ, അങ്ങ് പട്ടണവാസിയാകട്ടെ, ഗ്രാമവാസിയാകട്ടെ, ആരായാലും
ആഫ്രിക്കക്കാരനോ അമേരിക്കക്കാരനോ ഇന്തോനേഷ്യക്കാരനോ അങ്ങ് ഇന്ത്യക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, അവനിൽ വിശ്വസിക്കുന്നവനും പാപമോചനം. ഈ സുവിശേഷം കേൾക്കുമ്പോൾ തലതല്ലി പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് പിന്നെ അങ്ങ് നടക്കട്ടെ. മുട്ടുകാല് തല്ലി പൊട്ടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ. അതിനുവേണ്ടി സമർപ്പിച്ചതാണ് ഈ ശരീരമൊക്കെ. ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സമവായത്തിന്റെ സുവിശേഷം പറയാൻ പറ്റില്ല. യേശുവിൽ വിശ്വസിച്ചാലും പാപമോചനം കിട്ടും, അങ്ങനൊന്നും പറയാൻ ഞങ്ങളെ കിട്ടില്ല. അഭിമാനത്തോടെ പറയുന്നു, തല പോയാലും യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ പാപമോചനമുള്ളൂ. ബാക്കിയുള്ള കർമ്മ പരിപാടികളൊക്കെ നടന്നോട്ടെ, പക്ഷേ പാപമോചനം കിട്ടണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ലജ്ജിച്ചു പോകാതിരിക്കുന്നത്. അവന്റെ നാമം മൂലം യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന കർമ്മ പരിപാടികളും വേണ്ട. യേശു എൻ്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെട്ടതും ഗബഥായിൽ വെച്ച് തകർക്കപ്പെട്ടതും ഗൊൽഗോഥായിൽ വെച്ച് കാരിരുമ്പാണി കൊണ്ട് തറയ്ക്കപ്പെട്ട പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തതും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള കർമ്മമായിരുന്നു എന്ന് വിശ്വസിക്കണം. രക്താർപ്പണം നടത്തിയിട്ടല്ലാതെ വിമോചനമില്ലെന്നുള്ള വിശ്വവിഖ്യാതമായിരിക്കുന്ന ആത്മീയ സത്തയുടെ നിവർത്തിക്കായി കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പരമയാഗമായി തീർന്നോ കർത്താവ്. പാർത്തലത്തിലെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി തിരുവവതാരം ചെയ്തവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായപ്പോ സാധ്യമായത് പാപമോചനത്തിന്റെ ഏക മാർഗമാണ്. അത് പ്രാപിച്ചവരായി ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ പറയുന്നവരൊക്കെ ഹല്ലേലൂയ. വെള്ളവസ്ത്രധാരികളായി വെള്ളവിരിപ്പിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് സ്തോത്രാർപ്പണം നടത്തുന്ന സകല ദൈവമക്കളും പാപമോചനത്തിന്റെ അനുഗ്രഹീതമായ അനുഭവം പ്രാപിച്ചവർ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകാതിരിക്കുന്നതിന് ഒന്നാമത്തെ കാരണമാണ് ഞാൻ ദേശത്തോട് പറഞ്ഞത്, ദൈവമക്കളോട് പറഞ്ഞത്. അവനിൽ വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ട്? പാപമോചനമുണ്ട്. സമ്മതിക്കുന്നുണ്ടല്ലോ, അവന് വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. വേറൊരു നടപടിക്കും ഇനി പോകേണ്ടതില്ല. യേശുവിൽ മാത്രം വിശ്വസിച്ചാൽ മതി, പാപമോചനം സാധ്യമാകും. എബ്രായ ലേഖനം 9:26, എബ്രായർ 9:26 പറയും, തൻ്റെ ദേഹം കൊണ്ട് യാഗം നടത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനാ? പാപപരിഹാരം വരുത്തേണ്ടതിന്. അപ്പം തൻ്റെ ദേഹം, പാപമില്ലാത്ത ദേഹം, പാപിയല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, അപ്പം ആ ദേഹം പവിത്രമായിരുന്നു, പരിപാവനമായിരുന്നു. 33 വർഷം വരെ ഈ പാർത്തലത്തിൽ ജീവിച്ചിട്ട് സാധാരണ ജനങ്ങളോടൊപ്പം ഇടപഴകി ജീവിച്ചിട്ടും ഒരു തിന്മയും ആർക്കും ചൂണ്ടിക്കാട്ടാനില്ലാത്ത വിധം ദേഹത്തെ പരിശുദ്ധമായി കാത്തുകൊണ്ടവൻ ആ ദേഹം നമുക്ക് വേണ്ടി യാഗമാക്കി രക്താർപ്പണത്തിനായി. ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനമുണ്ട്. സ്തോത്രം. ആ പാപമോചനം ലഭിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇന്ന് താങ്കളെ മതിക്കുന്ന സകലവിധമായ ദുഷ്ടവിചാരങ്ങളിൽ നിന്നും സകലവിധമായിരിക്കുന്ന ദുശീല ദുർഗുണങ്ങളിൽ നിന്നും വിമുക്തി ലഭിക്കപ്പെടാനിടയാകും. ഉദയം മുതൽ അസ്തമയം വരെ അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന്റെ സിംഹഭാഗവും ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി മദ്യം മാഫിയ സംഘത്തിന്റെ അവന്റെ മേശവലിപ്പിലേക്ക് തന്റെ പോക്കറ്റിലെ പണം പക്ഷിക്ക് ചിറക് വെച്ച് പറന്ന് കയറുന്നത് പോലെ കയറുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ വിഷയം താങ്കളിൽ വസിക്കുന്ന പാപത്തിന്റെ പ്രശ്നമാണ്. അതിന് പരിഹാരം തരാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓ, ഞങ്ങൾ ആദരവോടെ കാണുന്ന ബഹുമാന്യനായ കർത്തൃദാസന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ ആ വാക്യം ഉച്ചരിച്ച് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. പിതാക്കന്മാർ ഉച്ചരിച്ച് കേട്ട ആ വാക്യം ഞങ്ങൾ ഇളം തലമുറക്കാർ ഏറ്റുപാടുന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വാക്യമാണ് ക്രൈസ്തവീകതയുടെ, ഈ വാക്യമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ, ഈ വാക്യമാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ആണിക്കല്ല് എന്നറിയണം. അപ്പം ഒന്നാമത്തെ ചിന്തയിൽ ഞാൻ ഇവിടെ കൊള്ളുന്നു. ഇനി 2, യേശുവിന്റെ വിശ്വാസം ലജ്ജിച്ചു പോകുകയില്ല. എന്താ രണ്ടാമത്തെ കാരണം? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത് വാക്യം, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഓ, പിന്നെ മിണ്ടാതിരിക്കുക. ഒരു വാക്യമൊക്കെ കേട്ട ഒരു ഹല്ലേലൂയ പറയാൻ തോന്നാത്ത ഭയങ്കര സങ്കടം. അത് ഇങ്ങനെയുള്ള വാക്യങ്ങൾ, ഓ, എന്തെങ്കിലും ചുമ്മാ ഒരു വാക്യം അല്ല ഇത്. പിന്നെന്തുവാ? യഹോവന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകും. അതിനൊന്നും സ്വോത്രം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം യഹോവന്റെ ഇടയനാകുന്നു. നമ്മൾ അതിനൊക്കെയാണ് സ്വോത്രം പറയുന്നത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക. പക്ഷെ ഞാനീ പറഞ്ഞ വാക്യം ഗംഭീരമാണ്. അതിന്റെ ആഴം ചിന്തിച്ചു നോക്കി. അവനിൽ വിശ്വസിക്കുന്നവൻ എന്തോ ഉണ്ട്? ഒന്ന് പറയാം എല്ലാവരോടും ഒരുമിച്ച്, നിത്യജീവൻ ഉണ്ടെന്ന്. നിത്യജീവൻ കൊടുക്കാൻ കഴിയുന്ന എന്തോ സംവിധാനമുണ്ട് ഇവിടെ. ആർഷഭാരതത്തോടാണ് എന്റെ ചോദ്യം, വേദങ്ങളുടെ നാടിനോട്, ഋഷീശ്വരന്മാരുടെ നാടിനോട്, സാക്ഷര കേരളത്തോടാണ് എന്റെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തം നാട്, അക്ഷരങ്ങളുടെ നാട് എന്നൊക്കെ പറയുന്ന ഈ ദേശത്തോട്, ഈ രാജ്യത്തോട്, പ്രബുദ്ധ കേരളത്തോട് ഞാൻ ചോദിക്കുന്നു. സംഘടനകൾ കൊണ്ട് ശാക്തീകരണം വന്നിട്ടുള്ള, വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധത വന്നിട്ടുള്ള,
വിവിധ മതബോധനങ്ങൾ കൊണ്ട് ആത്മീയത വന്നിട്ടുള്ള ദേശത്തോട് ഞാൻ ചോദിക്കുന്നു, നിത്യജീവൻ കിട്ടാൻ എന്നെ മാർഗമുണ്ടെന്ന് പറ. ഇവിടെ മദ്യമാഫിയ, ഭൂമാഫിയ, പിന്നെ ഔഷധ മാഫിയ, തീവ്രവാദം, ഭീകരവാദം അടക്കമുള്ള സകല എട്ടപ്പാടുകളുമുണ്ടല്ലോ. നന്നായി പോകട്ടെ മുമ്പോട്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 10-70 കൊല്ലം കഴിഞ്ഞിട്ടും ഇതൊന്നും അറുതി വരുത്തുമെന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നിത്യജീവൻ തരാൻ ആരെ കൊണ്ട് പറ്റും? 5 കൊല്ലം മാറി മാറി വരുന്ന ഗവൺമെന്റ് സംവിധാനത്തിനും മനുഷ്യനെ ഇവിടെ നന്നായി ജീവിക്കുവാനുള്ള സംവിധാനം ഒരുക്കുന്നില്ല. 6 കൊലകൾ നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞു പെങ്ങന്മാരാര്, നമ്മുടെ അമ്മമാര്, നമ്മുടെ ആന്റിമാര്, നമ്മുടെ സഹോദരിമാര് ആരും വീടുകളിലും നാട്ടിലും അവർ കയറുന്ന വണ്ടിയിലും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒന്നും സുരക്ഷിതരല്ല. എപ്പോഴാ പിച്ച് ചീന്തപ്പെടുക എന്നറിയില്ല. അത്തരത്തിൽ ഒരുമാതിരിപ്പെട്ട ഞരമ്പ് രോഗികളെ കൊണ്ട് ഈ രാജ്യം വല്ലാതെ വികലമാകുമ്പോ ഉറക്കെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിത്യജീവന്റെ ഒരു മാർഗമുണ്ട്. അത് യേശുവിന്റെ വിശ്വാസമാണ്. നിത്യജീവൻ. എന്താ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? കർത്താവിന്റെ ജീവന്റെ പങ്കാളിയായി മാറുക എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ മരണം താങ്കളെ എത്തിപ്പിടിച്ച് പെട്ടിയിലാക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ വളരെ ഗംഭീരമായ നിലയിൽ ശവസംസ്കാര ശുശ്രൂഷ അല്ലേ? 6 അടി മണ്ണിന്റെ കനം. 6 അടി മണ്ണ് മാറ്റിയെടുത്തൊരു കുഴിയുണ്ടാക്കി അതിലേക്ക് പെട്ടിയോടുകൂടി ഇറക്കി വെച്ചിട്ട് ആ വെട്ടിക്കെറ്റിയ മണ്ണ് മുഴുവനും കൂടെ വീണ്ടും നമ്മുടെ നെഞ്ചകത്തോട്ട് പാകി വെച്ചിട്ട് അതും പോരാഞ്ഞിട്ട് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടി ഒരു കോൺക്രീറ്റ് സ്ലാബും. ജീവിച്ചിരുന്ന കാലത്ത് ജീവിതഭാരം, മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇത് താങ്ങിക്കൊണ്ടിരിക്കണം എത്ര കാലം. മൊത്തത്തിൽ ഭാരമാണ്. ജീവിച്ചാലും മരിച്ചാലും എന്തോ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നീട് ആ മണ്ണിലേക്ക് ശരീരം വിലയം പ്രാപിക്കും. പ്രാണൻ എവിടെ പോകും? പ്രാണൻ എവിടെ പോകുമെന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ്. വികലമായ പല ഉത്തരങ്ങൾ, കോമഡിയായ പല ഉത്തരങ്ങളൊക്കെയാണ് രാജ്യം നമുക്ക് തരുന്നത്. ചിലർ പറയുന്നത് അങ്ങനെ പ്രാണനൊന്നും ഇല്ല സഖാവേ, ഇവിടെ ജീവിക്കും, ജീവിച്ചു കഴിഞ്ഞ് മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മരണത്തിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് മരണം വരെയുള്ള ജീവിതം ഹ്രസ്വമാണ്. ആസ്വദിക്കണം, ആമോദിക്കണം, ആനന്ദിക്കണം, ആഹ്ലാദിക്കണം, ആഘോഷിക്കണം. അതിനപ്പുറത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അങ്ങനെ വിശ്വസിക്കും. വേറെ ചില പറയുന്നു മണ്ണിലേക്ക് ശരീരം അങ്ങ് ചേരും, വിലയം പ്രാപിക്കും. ഇവിടുത്തെ വാഴയും ഇവിടുത്തെ പ്ലാവും പറങ്കിയും ഇവിടുത്തെ കവുങ്ങും തെങ്ങുമെല്ലാം നമ്മളെ വലിച്ചെടുത്ത് അത് അങ്ങ് ചേർത്ത് വീർക്കും. അപ്പോൾ പിന്നെ നമ്മുടെ പ്രാണൻ പരമാത്മാവിൽ ലയിച്ചില്ലാതാവും. അതാണ് ചിലരുടെ വാദം. വേറെ ചില പറയുന്നു പരമാത്മാവിലല്ല ലയിക്കുന്നത്, പിന്നെ മണ്ണിലേക്ക് ശരീരം വിലയം പ്രാപിക്കും. ആത്മാവ് പഞ്ചഭൂതങ്ങളിലേക്കും, ആകാശം, ജലം, അഗ്നി, വായു തുടങ്ങിയുള്ള പഞ്ചഭൂതങ്ങൾ ഒക്കെ അതിലങ്ങ് ലയിച്ച് ഇല്ലാതെയാവും. അപ്പൊ ഇവിടെയുള്ള സകല പുള്ളികളും അങ്ങനെ അങ്ങ് തീർന്നു പോകും എന്നാണ് ചിലരുടെ വാദം. മനസ്സിലായോ? വേറെ ചിലർ പറയുന്നത് അങ്ങനെയല്ല, അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. പിന്നെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഇവിടെ മോക്ഷമുണ്ടാകാത്ത സകല പുള്ളികളും കർമ്മദോഷം കൊണ്ട് വീണ്ടും വിവിധ പ്രാണികൾ, വിവിധ പറവകൾ, വിവിധ നാട്ടുമൃഗം, കാട്ടുമൃഗം ഒക്കെ ആയിട്ട് എന്ത് ചെയ്തേ പറ്റൂ? ജനിച്ചേ പറ്റൂ. അത് ഒരു ജനനമല്ല, 85 ലക്ഷം ജനന മരണങ്ങൾ സംഭവിച്ചേ പറ്റൂ. 85 ലക്ഷം ജനനമരണങ്ങൾ സംഭവിച്ചു തീരുമ്പോൾ മുക്തി പ്രാപിച്ച് അവൻ സ്വതന്ത്രനാകും എന്നതാണ്. എന്ന ഇടപാടാണ് നോക്കണേ. അപ്പൊ ഈ കപ്പ തുറക്കാൻ വരുന്ന തുരപ്പനെലിയും വീട്ടിലൂടെ ഓടുന്ന ചുണ്ടലിയും വീട്ടലിയും ഒന്നും തല്ലിക്കൊല്ലല്ലേ പൊന്നെ. പണ്ടത്തെ ഇവിടുത്തെ പാപ്പച്ചനോ കറിയാച്ചനോ അന്നമ്മയോ ചെന്നമ്മയോ ശോശാമ്മയോ മേഴ്സിയോ ഷൈനിയോ ഒക്കെ ആയിരിക്കാം. കർമ്മദോഷം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. പറന്നു വരുന്ന കാക്കയും കോഴിയെ റാഞ്ചിക്കൊണ്ടുപോകുന്ന പരുന്തും പുള്ളും ഒക്കെ പണ്ടത്തെ ഇവിടുത്തെ ആരോ വമ്പൻ താരങ്ങളായിരുന്നു. കർമ്മദോഷം കൊണ്ട് അങ്ങനെ ആയിപ്പോയതെന്ന്. 85 ലക്ഷം ജനന മരണങ്ങൾ. എന്നാൽ ഇന്ന് രാത്രിയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് ഈ ചിന്തകളെല്ലാം വകഞ്ഞങ്ങോട്ട് മാറ്റിയിട്ട് നാം ഉറക്കെ പറയുന്ന ഒരു കാര്യം, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാലോ അവനിൽ വിശ്വസിച്ചത് കൊണ്ട് അവൻ മരിച്ചാലും ജീവിക്കും. ഈ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയില്ല, മണ്ണിന് പിടിച്ചു വെക്കാൻ കഴിയില്ല, കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. ലോകത്തിൽ വിരാജിക്കുന്ന സമസ്ത ഭൂത പ്രേത പിശാചുക്കളും കൂടെ നോക്കിയാൽ പിടിച്ചു വെക്കില്ല. കല്ലറയുടെ സെറ്റപ്പിന് നമ്മെ ഒതുക്കാൻ കഴിയില്ല. നാം മരണക്കുഴി വിട്ട് പുറത്തു വരും. യേശുവിന്റെ കാഹളനാദത്തിങ്കൽ അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു. വെറുതെ സ്തുതിക്കേണ്ട, കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത്. അത്യുന്നതനായവൻ നമുക്ക് നൽകി തന്ന് വിലപ്പെട്ട വിശ്വാസത്തിന്റെ സവിശേഷതയാർന്ന പ്രത്യാശ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അതാണ് നിത്യജീവൻ. മരണത്തിനപ്പുറവും നമ്മെ ജീവിപ്പിക്കുവാൻ നമുക്ക് സഹായകമായി വരുന്നതാണ് നിത്യജീവൻ. വാർദ്ധക്യം ബാധിക്കാത്ത ഒന്ന്, ബാലജാബല്യങ്ങളില്ലാത്ത ഒന്ന്, ക്യാൻസറോ ട്യൂമറോ രോഗദുഃഖങ്ങളൊന്നുമില്ലാത്ത, പ്രയാസ പ്രതിസന്ധികൾ പ്രചണ്ഡവാദങ്ങളൊന്നുമില്ലാത്ത, എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്ന കരുത്തുള്ളൊരു ജീവൻ നമുക്ക് ലഭിക്കപ്പെടുന്നു. അതാണ് നിത്യജീവൻ. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്.
എന്നെ വിദൂരതയിൽ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് ഈ യോഗസ്ഥലത്തേക്ക് ശ്രദ്ധ ചെലുത്തുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, താങ്കളെ എൻ്റെ കുഞ്ഞനുജനായി, താങ്കളെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി, താങ്കളെ എൻ്റെ കുഞ്ഞനുജത്തിയായി, എൻ്റെ ജ്യേഷ്ഠത്തിയായി, എൻ്റെ മാതാവായി, എൻ്റെ പിതാവായി ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ ജീവിക്കും കാലത്ത് സമ്പാദനത്തിനും സമാഹരണത്തിനും മറ്റു തര നേട്ടങ്ങൾക്കും വേണ്ടിയൊക്കെ നെട്ടോട്ടമോടുന്ന കൂട്ടത്തിൽ നിത്യജീവന്റെ വഴി മറന്നു പോകരുത്. നിത്യജീവൻ തേടുവാൻ വേറെ ഒത്തിരി വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശുവിൽ വിശ്വാസമാണ്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. ദേശവാസികൾ അറിയുവാൻ, സുവിശേഷത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആരെങ്കിലും അറിയുവാൻ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഉപകാരമാകാൻ പറയാൻ എനിക്ക് ഇന്ന് രാത്രി നേരമുള്ളൂ. വിശ്വസിക്കുന്നവന് പാപമോചനം, വിശ്വസിക്കുന്നവന് നിത്യജീവൻ. ദൈവമക്കൾ അറിയാൻ വേണ്ടി ഒരു ചിന്ത കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇന്ന് രാത്രിയിൽ യേശുവിൽ വിശ്വസിക്കുന്നവന് ഈ രണ്ട് കാര്യമുണ്ടെന്നുള്ളത് കൊണ്ട് നമുക്കത് ലഭിക്കപ്പെട്ടവരാ. വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൽ തനിമയോടെ നമ്മൾ നിലകൊള്ളുന്നു. നമുക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും മഹത്വരമായ മറ്റൊരു ഭാഗ്യപദവി അവനിലെ വിശ്വാസത്താൽ കിട്ടുന്ന ഒന്ന്, എഫെസ്യ ലേഖനം 1:19, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്ന, അവൻ്റെ വ്യാപാര ശക്തിയിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ഈ പാർത്തലത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതിന് അവന് ദൈവം കൊടുക്കുന്ന മഹത്തായ ഒരു ഓഫറാണ്, മഹത്തായ ദാനമാണ് ദൈവശക്തിയുടെ വ്യാപാരം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെല്ലുവിളികൾ ഒത്തിരി ഉണ്ട്. ഇവിടെ ഒട്ടനവധി സമരമുഖങ്ങളുണ്ട്. ഇവിടെ ഒട്ടനവധി കിലുകിലുക്കുന്ന കുന്തങ്ങളുണ്ട്. ഊരിപ്പിടിച്ച വാളുകൾ അനവധിയുണ്ട്. പാതയോരങ്ങളിലെ പതിയിരിപ്പുകളുണ്ട്, ആക്രോശങ്ങളുണ്ട്, ആക്രന്ദനങ്ങളുണ്ട്, പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളുണ്ട്. എൻ്റെയും നിന്റെയും നന്മകളെ തടഞ്ഞ് ഇല്ലാതെയാക്കേണ്ടതിന്, നമ്മെ ആകപ്പാടെ വരിഞ്ഞു മുറുക്കി ഒരിടത്ത് ഒതുക്കിക്കളയേണ്ടതിന് വേണ്ടി പരിശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. കാലപ്പഴക്കമുള്ള ചില ദുർമന്ത്രവാദ ശക്തികളുണ്ട്, നമ്മെ തകർത്ത് തരിപ്പണമാക്കേണ്ടതിന്. നിന്റെ ഉയർന്നു നിൽക്കുന്ന വീട് കണ്ടിട്ട് അസൂയാലുക്കളായ ആളുകൾ നിഗൂഢ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അറിയാമോ? നിനക്ക് ലഭിക്കപ്പെട്ട സ്വന്തം തണ്ടപ്പേരിൽ തീരാധാരം എഴുതി കിട്ടിയ മണ്ണിനോട് താല്പര്യമുള്ളവരും അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒത്തിരി പേരുണ്ടാകാം. സാധാന്യ തന്ത്രങ്ങൾ ഉണ്ടാകാം. തലമുറ അങ്ങുമിങ്ങും ചേക്കേറിയത് ഇഷ്ടപ്പെടാതെ അവനെ തകർത്തു കളയുവാനും അവരുടെ ധനാഗമനത്തിന്റെ വഴി അടച്ചു കളയാനും ശ്രമിക്കുന്നവരുണ്ടാകാം. ആരോഗ്യത്തോടിരിക്കുന്ന നീ പെട്ടെന്ന് വീണ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ശരീരകലകളിലേക്ക് മാരകമുള്ള രോഗബന്ധനങ്ങൾ കയറി വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങളെയെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ആരോഗ്യത്തോടെ, ബലത്തോടെ, ആയുസോടെ, നന്മയോടെ, സമൃദ്ധിയോടെ, ദൈവകൃപയോടെ നിൽക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകമൂല്യമല്ല, അമ്മയിൽ നിന്ന് കുടിച്ച മുലപ്പാലിന്റെ മഹത്വമല്ല, അപ്പന്യ ഗുണമല്ല, തറവാടിന്റെ മഹത്വമല്ല, നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഊറ്റമല്ല, നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ, നമുക്ക് ദാനമായി നൽകിയ ദൈവശക്തിയുടെ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇതുവരെ പ്രാപിച്ചതിനേക്കാൾ അല്പം കൂടെ ശക്തിയോടെ എനിക്ക് മുന്നേറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ഒരു നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ സെന്റർ കൺവെൻഷന്റെ പ്രഥമ രാത്രി മുതൽ ഒരു അഭിഷേകത്തിന്റെ നിറവ്. ശക്തമായി കർത്താവിനെ സ്തുതിക്ക്, ശക്തമായി കർത്താവിനെ ആരാധിക്കുന്ന രാത്രി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, എല്ലാവർക്കും വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയല്ല, അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. വെറുതെ പാട്ട് പാടാനും വെറുതെ പ്രസംഗിക്കാനും പാട്ടിന്റെ താളം ഉച്ചസായിലേക്ക് ഉയരുമ്പോൾ വെറുതെ ബഹളമുണ്ടാക്കാനും വേണ്ടി മാത്രമല്ല ഈ ശക്തി. നമ്മുടെ നേരെ പാഞ്ഞു വരുന്ന പാപത്തിന്റെ കൈകളെ തട്ടിമാറ്റാൻ, നമ്മുടെ നേരെ ഉയർന്നു വരുന്ന സകലവിധ ദുർമാന്ത്രവാദത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, വാടകയ്ക്ക് ഫൽസിക്കാൻ നീ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. നമ്മിൽ തന്നെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടല്ലോ. നിന്റെ നേരെ ഉയർന്ന വെല്ലുവിളികളെ തകർക്കാൻ പര്യാപ്തമാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങു നിന്നും ഇങ്ങു നിന്നും നീ വാടകയ്ക്കാരെയും വിളിക്കേണ്ട അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ചെടുത്ത് മുന്നേറാനിടയാകണം. ദൈവദാസന്മാർ ഒത്തിരി പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശുശ്രൂഷയ്ക്ക് അറുതി വരുത്തിയിട്ട്, നിന്റെ ഓർമ്മ മണ്ഡലത്തെ ഇല്ലാതെയാക്കിയിട്ട്, എഴുന്നേറ്റ് നിന്നാൽ ഒന്നും പറയാനാവാത്ത നിലയിൽ നീ വല്ലാതെ ലജ്ജിച്ച് പിൻവാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത് വരെ ശുശ്രൂഷിക്കാവൂ, ഇന്ന പ്രായം വരെ ശുശ്രൂഷിക്കാവൂ, ഇന്ന സ്ഥലം വരെ നീ പോകാവൂ എന്ന് പറഞ്ഞ് അതിർത്തി നിശ്ചയിക്കുന്ന ചില പോരുകളുണ്ട്. പക്ഷെ ദൈവശക്തി കൊണ്ട് കർത്താവ് നിന്നെ നിറയ്ക്കുമ്പോൾ ആ അതിരുകളെ മായ്ച്ചു കളഞ്ഞ് നീ മുൻപോട്ട് കരുത്തോടെ പ്രവേശിപ്പാനിടയാകും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്?
കടക്കാരനായി, പലിശക്കടക്കാരനായി, നാലാളിറങ്ങുന്ന ഒരിടത്തും ഇറങ്ങാതെ പരുവത്തിൽ നിന്നെ മുറിക്കകത്തടയ്ക്കാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഒറ്റക്കിടപ്പ് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില പോരുകളുണ്ട്. നിനക്ക് ലഭിക്കപ്പെട്ട വാഹനമുണ്ടല്ലോ, അപകടത്തിന്റെ ആഴത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശത്രുവിന്റെ സന്നാഹങ്ങളുണ്ട്. ഇന്ന് രാത്രി ആവിധമായിരിക്കുന്ന കെട്ടുകൾ പൊട്ടി മാറുകയാ. കാരണം വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപയുടെ വല്ലഭത്വം നാം അനുഭവിക്കുന്ന, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വല്ലഭത്വത്തെ കുറിച്ച് എഫെസ്യ ലേഖനം 1:19 പറയുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നതെന്ന് നിങ്ങൾ എന്തോ ചെയ്യണം, അറിയണം എന്ന് പറഞ്ഞിട്ട് ആ വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ചൊരു ക്ലൂ നമുക്ക് തരുന്നുണ്ട്. 20-ാം വാക്യം. എന്താ ആ ക്ലൂ എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോ അതിന്റെ പൊരുൾ? നമുക്ക് തരാമെന്ന് പറയുന്ന ഈ ദൈവശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ ഈ ദൈവശക്തി ഉണ്ടല്ലോ, അത് ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആ ഇടയിൽ നിന്നുള്ള പദത്തിനും വര കൊടുക്കണം. ഇടയിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഇന്ന് രാത്രി ഈ പ്രസംഗം, ഈ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതിനിടയിലാ കഴിയുന്നത്? ആക്ഷേപത്തിനിടയിലാണോ? അസൂയക്കാരുടെ ഇടയിലാണോ? രോഗബന്ധനങ്ങളുടെ ഇടയിലാണോ? ആൻറ്റി സാമ്പത്തിക കെടുതിയുടെ ഇടയിലാണോ? മക്കളെ കുറിച്ചുള്ള ഭാരത്തിനിടയിലാണോ? എന്തിനിടയിലാണ് നീ കഴിയുന്നേ? പേടിക്കേണ്ട കാര്യമില്ല. അതിനിടയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവശക്തിയാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചിരിക്കുന്നത്. ഈ 5 ദിവസത്തെ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുൻപ് നിന്നെ ഞെരുക്കുന്ന ചിലതിനിടയിൽ നിന്ന് കർത്താവ് നിന്നെ പോക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ കഷ്ടതയുടെ, നിന്റെ കണ്ണുനീരിന്റെ, നിന്റെ സാമ്പത്തിക അരാജകത്വത്തിന്റെ, നീ അനുഭവിക്കുന്ന ഭീഷണിയുടെ ഇടയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്താനിടയായി തീരും. യെസ്, വിശ്വസിക്കുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം. ഇന്ന് രാത്രി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുക. എന്റെ പ്രസംഗത്തെ ഞാനിവിടെ അപൂർണമാക്കി നിർത്താൻ പോവുക. പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ കൂടുതൽ പ്രാപിച്ചെടുത്തുകൊണ്ട് വരും ദിനങ്ങളിൽ കരുത്തോടെ ഒരു രാജാവിന് വേണ്ടി ഒരുക്കപ്പെട്ട കുതിരയെ പോലെ കുതിക്കേണ്ടതിന് ആഗ്രഹിക്കുന്നവർ ചാടി എഴുന്നേൽക്കുക ദൈവസന്നിധിയിലേക്ക്.